കർക്കിടക ചികിത്സയിൽ പ്രധാനമാണ് പഞ്ചകർമ്മ ചികിത്സ. ശാരീരിക ഉണർവിനും രോഗശാന്തിക്കും പഞ്ചകർമ്മ ചികിത്സയുടെ പങ്ക് വലുതാണ്. പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജകസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക്. കർക്കിടക മാസം ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും ദോഷങ്ങൾ ഉത്ക്ലേശിച്ച് നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് രോഗം ഉത്ക്ലേശിച്ച് നിൽക്കുന്ന ദോഷങ്ങളെ നിർഹരിച്ച് കളയാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമായതിനാൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും പ്രാധാന്യം കൂടുന്നു. ഈ ആയുർവേദ ചികിത്സയിൽ പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ എല്ലാവർക്കും അറിയാം. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ 5 ചികിത്സാക്രമങ്ങളെയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഒന്ന് നിരൂഹം, അതായത് കഷായവസ്തി. വേറൊന്ന് സ്നേഹവസ്തി. വേറൊന്ന് വമനം, ഛർദ്ദിപ്പിക്കൽ. വേറൊന്ന് വിരേചനം. വേറൊന്ന് നസ്യം. ഈ 5 ചികിത്സകളാണ് പഞ്ചകർമ്മ ചികിത്സയിൽ സാധാരണയായി ചെയ്തു വരുന്നത്. നമ്മുടെ ശരീരത്തിൽ പല സാഹചര്യങ്ങളാലും പ്രകൃതിയിൽ നിന്നും ആഹാരത്തിൽ നിന്നും പലതരത്തിലുള്ള ടോക്സിൻസ്, അലർജൻസ്, പല രോഗങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. അവകളെ ഡീടോക്സിഫൈ ചെയ്ത് കളയാൻ ഈ ശോധനം എന്ന് പറയുമ്പോൾ ഡീടോക്സിഫിക്കേഷനാണ്. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വമനം, ഛർദ്ദിപ്പിക്കൽ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി തയ്യാറാക്കിയ മരുന്നുകൾ, അത് എണ്ണ പോലുള്ള പ്രയോഗങ്ങൾ, നെയ്യുകൾ ഒക്കെ കഴിപ്പിച്ച് ശരീരത്തിന് സ്നിഗ്ധത വരുത്തുക, ഒലിയേഷൻ എന്ന് പറയും. ശരീരത്തിനെ ഒന്ന് ഇളക്കി, കഫത്തെ ഇളക്കി, അത് കഴിഞ്ഞതിന് ശേഷം സ്നേഹനം, ദേഹത്ത് എണ്ണ തേച്ച്, അത് കഴിഞ്ഞാൽ സ്വേദനം, ഒന്ന് വിയർപ്പിച്ച്, അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പാല്, മലം, കാരയ്ക്ക, ഇങ്ങനെയുള്ള ഇന്തുപ്പ്, പിന്നെ ഓരോ രോഗാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന രീതി. ഇതൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി അതിലൂടെ ക്ലെൻസ്ഡ് ആകുന്നു, ക്ലീനിങ് ആകുന്നു, ശാരീരികമായ ദോഷങ്ങൾ പുറത്ത് കളയുന്നു എന്നാണ് ആ ചികിത്സയുടെ ഫലം. 2 വിരേചനം. ഇതുപോലെ തന്നെ മരുന്നുകൾ കൊടുത്ത്, നെയ്യ് പോലുള്ള മരുന്നുകൾ കൊടുത്ത് ഡോക്ടറുടെ വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടർ കണ്ട് തീരുമാനിക്കും ഇതിന് ഇന്ന മരുന്നിന് ഇന്ന കൊടുക്കണം. ആ തരത്തിൽ മരുന്ന് കൊടുത്ത് ശരീരത്തിന് അത് ആ ദോഷത്തെ ഉത്ക്ലേശിപ്പിച്ചിട്ട് ഇളക്കിക്കളയുന്ന, വയറിളക്കിക്കളയുന്ന ചികിത്സാ രീതി. അതിന് വിരേചനം എന്ന് പറയും. അത് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ക്ലെൻസ്ഡ് ആകുമെന്നാണ്. വേറൊന്ന് നസ്യം. മൂക്കിലൂടെ മരുന്ന് പ്രത്യേക പാകത്തിൽ തയ്യാറാക്കുന്ന മരുന്നുകൾ മൂക്കിലൂടെ ഒഴിച്ച് സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഊർധ്വജത്രു വികാരങ്ങളെന്നാണ്, കഴുത്തിന് മേലുള്ള രോഗം, കണ്ടത്തിന് മേലുള്ള രോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്ന ചികിത്സാ മാർഗം. അതിന് വമനം. ഇത് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ സ്നേഹവസ്തി, മെഡിക്കേറ്റഡ് എനിമ, ഓയിൽ എനിമ കൊടുക്കുന്ന രീതി. അത് ശരീരത്തിന് സ്നേഹനം, സ്വേദനം ഇവ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചും അഭ്യംഗം, എണ്ണയിട്ട് തടവൽ, കിഴി, മരുന്നുകൾ പ്രത്യേക തരത്തിൽ തയ്യാറാക്കി കിഴി കെട്ടി ചെറു ചൂടുള്ള എണ്ണയിൽ മുക്കി ദേഹമാസകലം അപ്ലൈ ചെയ്യുന്ന രീതി, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന അത്തരം അഭ്യംഗം, പൊടിക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി എന്നൊക്കെ പറയുന്ന പൂർവ്വകർമ്മങ്ങളായിട്ട് പറയാം. അങ്ങനെ ചെയ്തതിന് ശേഷം വസ്തിയിലാണ് ചികിത്സ അവസാനിപ്പിക്കുന്നത്. സ്നേഹവസ്തി എന്ന് പറയും. അതാണ് സ്നേഹവസ്തി. അത് എണ്ണ, അത് മാത്ര, അതിൻ്റെ എണ്ണയുടെ അളവ് ഡോക്ടർ നിർദ്ദേശിക്കും. പിന്നെ ഉള്ളത് കഷായവസ്തി. ഇതുപോലെ തന്നെ കഷായവസ്തി എന്ന് പറയുമ്പോൾ എണ്ണ, കഷായം, അതിൻ്റെ കൂടെ തേന്, ബാക്കി ഔഷധങ്ങൾ, അത് വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങൾ ചേർത്ത് എനിമ ചെയ്യുന്ന ഏകദേശം 1 ലിറ്ററോളം മരുന്ന് എനിമ ചെയ്യുന്ന രീതി, അതിന് കഷായവസ്തി എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള 5 പ്രയോഗങ്ങളെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നു. ആരോഗ്യം ധനസമ്പദഃ